റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവോണ ദിനത്തിൽ പട്ടിണി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതമിന്റെ അമ്മ. കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ 500-ൽ അധികം ധീവര സമുദായ അംഗങ്ങൾ പങ്കെടുക്കും. മകനെ കണ്ടെത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എങ്ങനെ ജീവിച്ചു പോകുന്നുവെന്ന് പോലും അറിയില്ലെന്നും ഗൗതമിന്റെ അമ്മ രേഷ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മകനെ കണ്ടെത്താൻ കഴിയുമെന്ന ഉറപ്പ് തരാനാകില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നതെന്നും രേഷ്മ പ്രതികരിച്ചു. മോനെ കാണാതായിട്ട് ഇന്ന് 24-ാമത്തെ ദിവസം. ഈ 24 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉണ്ടായ അവസ്ഥകൾ ഞങ്ങൾ എങ്ങനെ പോകുന്നെന്ന് പോലും അറിയാൻ നമുക്ക് പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത 24 ദിവസം ഇന്ന് ഞങ്ങളിങ്ങനെ വേദനയോടുകൂടി ഇവിടെ ഇങ്ങനെ തുടരുന്നു. പിന്നെ മറ്റ് കാര്യങ്ങൾ ഈ മാസം ഈ തിരുവോണ ദിവസം ഞങ്ങളൊരു പട്ടിണി സമരം നമ്മുടെ കളക്ടറേറ്റിൽ എൻ്റെ സമുദായം ധീവര സമുദായത്തിൽ നിന്നാണ് ആ ഒരു സമരത്തിനായിട്ട് ഞങ്ങളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്നു. അത് തിരുവോണ ദിവസത്തേക്കാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം ഒരു പട്ടിണി സമരം കളക്ടറേറ്റിന് മുന്നിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഗോകുലുണ്ട്. ഗോകുൽ, ഒരു ഗത്യന്തരവുമില്ലാതെ ഒടുവിൽ സമരത്തിനൊരുങ്ങുകയാണ്. പ്രതീക്ഷയെല്ലാം അറ്റിരിക്കുന്ന കുടുംബമാണ്. അധികൃതർ പറയുന്നത് എപ്പോഴത്തേക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഇതിനെക്കുറിച്ച് ഒരു സൂചനയും അധികൃതർ നൽകുന്നില്ല. ഇപ്പോൾ കൈയൊഴിയുകയാണ് അധികൃതർ. ധീവരസഭയുടെ പ്രതിഷേധമാണ്. 50 പേര് തിരുവോണ ദിവസം പട്ടിണിയിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ മറ്റു 2 പ്രദേശങ്ങളിലും, അതായത് മുതലപ്പുഴയിലാണെങ്കിലും ശരി, വിഴിഞ്ഞത്താണെങ്കിലും ശരി, സർക്കാരിനെതിരെ തുറന്ന പ്രതിഷേധത്തിനില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രേഷ്മയ്ക്കൊപ്പം ധീവര സമുദായ അംഗങ്ങൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധമിരിക്കാനാണോ ഇപ്പോൾ പോകുന്നത്? അരുൺകുമാർ, തീർച്ചയായും എന്തായാലും ഉപരോധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ ധീവര സമുദായത്തിൻ്റെയും തീരുമാനമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലും ഈ നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് അച്ഛനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട രേഷ്മ ഈ കടലിൽ കാണാതായ മകൻ ഗൗതത്തിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 25 ദിവസം തികയുകയാണ്. ആ സമയത്താണ് കുടുംബത്തിന് ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടുന്നത്. ഇനിയിപ്പോൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള വലിയ പ്രതീക്ഷ ഇല്ല എന്ന് തന്നെ ഈ അധികൃതർ വ്യക്തമായി തന്നെ കുടുംബത്തെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ രേഷ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രേഷ്മയും കുടുംബവും ഒക്കെ തിരുവോണക്കാലത്ത് വലിയ ദുരിതത്തിൽ തന്നെയാണ്. ഇതുപോലെ മറ്റ് പ്രദേശങ്ങളിലും മുതലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഈ കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നില്ല. അത് കോസ്റ്റൽ ഗാർഡ് അതുപോലെ തന്നെ എയർഫോഴ്സിന്റെ നാവികസേനയുടെയും അടക്കം വിമാനങ്ങളടക്കം ഈ പരിശോധന അടക്കം നടത്തുമ്പോഴും അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബമടക്കം മുൻപും പറഞ്ഞിട്ടുള്ളത്. അത് മുതലപ്പുഴയിലും അതേപോലെ തന്നെ നീണ്ടകരയിലും എല്ലായിടത്തും അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ധീവര സമുദായം ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തിരുവോണ ദിവസം കളക്ടറേറ്റിന് മുൻപിൽ നിരാഹാര സമരം ഇരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ കടലോര മേഖലയിലുള്ള ആളുകളെ കൃത്യമായി തന്നെ നോക്കേണ്ട ഒരു ചുമതലയുള്ള സർക്കാർ ഇത്തരത്തിൽ വലിയ വിട്ടുവീഴ്ച മനോഭാവമാണ് പലപ്പോഴും കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ സമുദായം പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമര പരിപാടികളുമായിട്ട് മുൻപോട്ട് പോകും. ഒരു കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ല, ഇത് കടലോര മേഖലയിലെ പലയിടങ്ങളിലും ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിൽ 25 ദിവസം പിന്നിടുമ്പോഴും ആദ്യ മണിക്കൂറുകൾ ഏറെ നിർണായകമായിരുന്നു. ആ ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായ തിരച്ചിൽ നടത്തിയിട്ടില്ല. എന്തായാലും ഈ മൃതദേഹമടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിലവിൽ മൃതദേഹം കണ്ടെത്താനും ആയിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയാൽ മാത്രമാണ് ഈ നഷ്ടപരിഹാര തുകയടക്കം കുടുംബത്തിന് ലഭിക്കുന്ന നടപടികളിലേക്ക് വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു അമ്മയുടെ കണ്ണീരാണ്. തോരാത്ത കണ്ണീരൊന്നും എല്ലാ പ്രതീക്ഷകളും പ്രാർത്ഥനകളും വിഫലമാകുന്നു എന്നുള്ള ആശങ്കയിലാണ് ആ കുടുംബമുള്ളത്. ധീവര സമുദായ അംഗങ്ങളടക്കമാണ് ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്.